ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ കൂട്ടുജീവിതത്തിലെ ഒരു കഥ പറയുകയാണ്. ഞാനും നിബിതങ്ങളും ഒരു പുതപ്പിൽ ഇങ്ങനെ കിടന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അതാ കടന്നു വരുന്നു ഹബീബിന്റെ മകൾ ഇബ്നത്തു റസൂലില്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമ ബീവി ആ റൂമിലേക്ക് വരുന്നു. രാത്രിയല്ല, അവര് പകൽ സ്വാഭാവികമായി വാതിൽ തുറന്നു വെച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു വിശ്രമ നേരം. ആയിഷ ബീവി പറയുന്നു, ഫവല്ലാഹി മാ ഖാമ ലഹാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, ബീവിയുടെ നെറ്റിയിൽ ചുംബിക്കാറുണ്ട്. മുത്തനബി തങ്ങളുടെ ഒരു രീതിയാണത്. പെൺമക്കളല്ലേ ഹബീബിനുണ്ടായുള്ളൂ. കൊച്ചുമക്കളെല്ലാം ഒരു വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മരിച്ചുപോയ ആൺകുട്ടികളാണ്. നബി തങ്ങളുടെ മക്കളെ, ജീവിച്ചിരിപ്പുള്ള മക്കൾ ആര് വന്നാലും അതിൽ ചരിത്രം രേഖപ്പെടുത്തിയത് ഫാത്തിമ ബീവിയാണ്. കാരണം ഹബീബുമായി ബന്ധപ്പെട്ട് ജീവിച്ചത് കൂടുതലും ഫാത്തിമ ബീവിയാണ്. ബീവി ചെറുതായിരുന്ന കാലം ഹബീബിന്റെ കൂടെയാണ്. അപ്പോഴേക്കും ഫാത്തിമ ബീവിയുടെ ഇത്താത്തമാർ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഹബീബിന്റെ മക്കളാണ്. ഫാത്തിമ ബീവിയുടെ ജ്യേഷ്ഠത്തിമാരാണ്. അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി ഭർത്താവിന്റെ കൂടെയാണ്. അതുകൊണ്ടാണ് അവരുടെ ചരിത്രം നമ്മൾ കുറച്ചു കേൾക്കുന്നതും ഫാത്തിമ ബീവിയുടെ ചരിത്രം ഒരുപാട് കേൾക്കാനിടയാവുന്നത്. ഹബീബിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് നേരിട്ട് കണ്ട മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ബീവി എപ്പോ വന്നാലും നിബിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ബീവിയുടെ കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ ഉമ്മ വെക്കുകയും ചെയ്യുമായിരുന്നു. ആയിഷ ബീവി പറയുന്നു, അന്ന് നിബിതങ്ങൾ എഴുന്നേറ്റില്ല, എന്റെ കൂടെ കടന്നു. തങ്ങൾ അവിടെ തന്നെ കടന്നു. പുതപ്പുണ്ട്, ഞങ്ങളുടെ പകുതി വരെ പുതപ്പുണ്ട്, ഞങ്ങൾ അങ്ങനെ കിടക്കുകയാ. നിബിതങ്ങൾ എഴുന്നേറ്റില്ല. ഫാത്തിമ ബീവിയോട് നിബിതങ്ങൾ ചോദിച്ചു, മാ ഇൻദകി യാ ബുനയ്യ, മോളെ എന്തിനാ വന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർ പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഭാര്യമാർ എല്ലാവരും കൂടി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഇന്ന അസ്വാജക യുനാഷിദനക അൽ അദ്ല ഫീ ബിൻതി അബീ ഖുഹാഫ. ഓരോ ഭാര്യമാർക്കും നിബിതങ്ങൾ സമയം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിൽ നിബിതങ്ങൾ അവരുടെ കൂടെ താമസിക്കൂ. നിബിതങ്ങൾ നീതിയുക്തമായി പെരുമാറുന്നവരാണ്. എന്നാൽ നിബിതങ്ങൾക്ക് മറ്റു ഭാര്യമാരോടുള്ളതിനേക്കാളും ഒരൽപ്പം സ്നേഹം ആയിഷ ബീവിയോട് കൂടുതലുണ്ട്. ആ കൂടുതൽ പറ്റില്ല നബിയെ. ആയിഷ ബീവിയോടുള്ള സ്നേഹം ഞങ്ങൾക്കും വേണം, ഞങ്ങളോടും അതുപോലെ സ്നേഹം കാണിക്കണം. ആയിഷ ബീവിയോട് ഇബ്നത്തി അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകളോട്, ആയിഷ ബീവി തൊട്ടടുത്ത് കിടക്കുകയാണ്. ആ ആയിഷ ബീവിയോട് അങ്ങ് കാണിക്കുന്ന സ്നേഹ കൂടുതല് അങ്ങയുടെ മറ്റു ഭാര്യമാർക്ക് ഇഷ്ടമാവുന്നില്ല നബിയെ. അവര് നീതി വേണം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതാണെന്ന് ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കിടക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറയുന്നു. നബി തങ്ങൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലികു ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. നമുക്ക് രണ്ട് ഭാര്യമാരുള്ളവര് അവർക്ക് ഈക്വലായിട്ടാണ് എന്ത് ഭൗതികമായ എന്ത് വിഷയത്തിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വേണം. ഒരാൾക്ക് വീടുണ്ടെങ്കിൽ അതുപോലത്തെ വീട് രണ്ടാമത്തെ ആൾക്ക് വേണം, കുറച്ചു കൊടുക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു ഹൈ ലെവൽ, ഒരു പോർഷായിട്ട് അടുത്ത ആൾക്ക് ഒരു ലോ ലെവൽ പാടില്ല. ഈക്വൽ ആവണം. നബി തങ്ങൾ പറയും, അല്ലാഹുവേ, എന്നെ കൊണ്ട് സാധ്യമാകുന്നതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് റബ്ബേ. എന്നാൽ ഹൃദയം നിന്റെ കൈകളിലാണല്ലോ. ഒരു മനുഷ്യന്റെ ഹൃദയം ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഒരാളോട് ഒരു ഇഷ്ടക്കൂടുതൽ വരും, ഒരു ഇഷ്ടക്കുറവ് വരും. അല്ലാഹുവേ, ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്, എനിക്ക് സാധ്യമാവാത്തത് നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോടാണ് ആയിഷ ബീവിയോട് കാണിക്കുന്ന ഈ വല്ലാത്ത സ്നേഹം ഇഷ്ടമല്ല എന്നറിയിക്കാൻ ഫാത്തിമ ബീവിയെ പറഞ്ഞേക്കുന്നത്. രസകരമായൊരു സംഭവമാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് ഒന്നും മിണ്ടാതെ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ഫളഹിക, നബി ഒന്ന് ചിരിച്ചു. മോള് ഫാത്തിമ ബീവിയായി വന്ന് പറയുന്നത്. ഫാത്തിമ ബീവിയാണെങ്കിലോ ആയിഷ ബീവിയേക്കാൾ 2 വയസ്സ് മുതിർന്നവരാണ്. ഫാത്തിമ ബീവി ആയിഷ ബീവിയേക്കാൾ 2 വയസ്സ് മുതിർന്നവരാണ്. റളിയല്ലാഹു അൻഹുമാ.
ഫാത്തിമ ബീവി പറയുന്നത് ബീവിയുടെ പരാതിയല്ല, നബിയുടെ മറ്റു ഭാര്യമാർ ബീവിയെ പറഞ്ഞയച്ചതാണ് ഇങ്ങനെ പറയാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് ചിരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിക്കുന്നു, യാ ബുനയ്യ, എന്റെ പൊന്നുമോളെ ഫാത്തിമ, അമാ തുഹിബ്ബീന മാ ഉഹിബ്ബു, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ മോളെ? നഅം യാ റസൂലല്ലാഹ്, അവ തുഹിബ്ബീന മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ? നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഇഷ്ടമാണ്. ഇത് പറഞ്ഞ നബി തങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചു. നബി തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അഹിബ്ബി ഹാദിഹി, ഇവിടെ കിടക്കുന്ന ഇവളെ, ആരാണത്? ആയിഷ ബീവിയെ. അഹിബ്ബി ഹാദിഹി, ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമാവണം ഫാത്തിമ, ആയിഷയെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് ഫാത്തിമ ബീവിയോട് മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് കേട്ട് ഒന്നും പറയാതെ ബീവി കടന്നുപോയി റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു, നബിയുടെ ഭാര്യമാർ, ഫാത്തിമ എന്തു പറഞ്ഞു? നബിതങ്ങൾ പറഞ്ഞു, ഹബീബ് ഇഷ്ടപ്പെടുന്നതിന് എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു, ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞു, അഹിബ്ബി ആയിഷ, ആയിഷ ഇഷ്ടപ്പെടണേ എന്ന് എന്നോട് പറഞ്ഞു. അവര് പറഞ്ഞു, ഫാത്തിമ അതല്ല പറയേണ്ടത്, ഫാത്തിമ നിങ്ങൾ പോയി പറയേണ്ടത് ആയിഷ ബീവിയോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അത് പാടില്ലെന്ന് പറയാനല്ലേ ഞങ്ങൾ പറഞ്ഞയച്ചത്. ഇതാ നിങ്ങൾ ഒന്നും മിണ്ടാതെ പോരുകയാണോ ഉണ്ടായത് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, മാ സ്വനഅതി ശൈഅൻ യാ ഫാത്തിമ, ഫാത്തിമ ഞങ്ങൾ പറഞ്ഞയച്ച വിഷയത്തിൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇനി പറയാൻ ഫാത്തിമ ബീവിക്ക് ഇതാണുള്ളത്, വല്ലാഹി ലാ ഉറാജിഉഹു ഫീ ഹാദിഹി, ആയിഷ ബീവിയുടെ വിഷയത്തിൽ ഒന്നും പറയാൻ ഞാൻ നബിയോട് ഇനി പോവില്ല. ആര് പറഞ്ഞു? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ മറ്റു ഭാര്യമാരൊക്കെ, അത് ആയിഷ ബീവിയുടെ ദിവസമാണെന്ന്, അന്ന് നബി ഞങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടില, അവരെല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരാളെ പറഞ്ഞേക്കുന്നു. അത് മറ്റാരുമല്ല, സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി പോയി പറഞ്ഞു നടക്കാത്ത വിഷയം സൈനബ് ബീവിയെ പറഞ്ഞേക്കുകയാണ് ഹബീബിന്റെ ഭാര്യമാർ. നല്ല രസകരമായ സംഭവമാണിത്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ, സൈനബ് ബീവി ആണെങ്കിലോ ആയിഷ ബീവിയോട് കിടപിടിക്കുന്ന ഭാര്യയാണ് ഹബീബിന്റെ സൈനബ് റളിയല്ലാഹു അൻഹ. ഒന്ന് നല്ല സൗന്ദര്യവതിയാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ, നല്ല മഹബ്ബത്തുണ്ട് ഹബീബിനോട് റളിയല്ലാഹു തആല അൻഹ. അവരാണെങ്കിലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പോലെ കടപിടിക്കുന്ന നബി തങ്ങൾക്ക് സൈനബ് എന്നവരോട് ഇഷ്ടം കൂടുതലുണ്ട്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി പറയുന്നുണ്ട്, സൈനബ് ബീവി എനിക്ക് നല്ല ഇഷ്ടമാണ്. സൈനബ് ബീവിയിൽ ഈമാനും ദീനും അമലും സ്വലാത്തും നോമ്പും ഖുർആനും ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഒരൊറ്റ കാര്യം, വലാകിൻ ഹിജ്ജ മഹദി റളിയല്ലാഹു അൻഹാ സർആന മാ തർജു ഇലൈഹ, പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കഴിച്ചാൽ സൈനബ് ബീവി വല്ലാത്ത ഒരു മഹദിയാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. ആ സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബിന്റെ റൂമിലേക്ക് വരുന്നു. ഫദഖലത് സൈനബ് ബിൻതു ജഹ്ഷ് ബൈത ആയിഷ റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയും ആയിഷ ബീവിയും അവിടെ കിടക്കുകയാണ്. ഫീ മിറത്തിൻ, ഒരു പുതപ്പിൽ കിടക്കുമ്പോ മഹദി സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ വന്നത്, ആരായി വന്നത്? ആയിഷ ബീവിയോട് കിടപിടിക്കുന്ന ഭാര്യ, നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സൗന്ദര്യമുണ്ടായിരുന്ന മഹദി സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നബിയെ, ഇന്ന അസ്വാജക യുനാഷിദുനകൽ അദ്ല ഫി ബിനതി അബീ ഖുഹാഫ, സിദ്ദീഖ് എന്നവരുടെ പേരായി പറയുന്നത് അബൂ ഖുഹാഫയുടെ മകൾ, സിദ്ദീഖ് എന്നവരുടെ മകൾ, അവരുടെ പേരിൽ പെണ്ണുങ്ങളായ അങ്ങയുടെ ഭാര്യമാർ നബിയെ നീതി വേണം എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകത, ഒന്നും മിണ്ടാതിരുന്നു. നബി തങ്ങൾ ഒന്നും പറയുന്നില്ല. സൈനബ് റളിയല്ലാഹു അൻഹ
ആയിഷ ബീവിയുടെ വിഷയത്തിലാണ് പറയുന്നത്. ആയിഷ ബീവിയും ഒന്നും മിണ്ടുന്നില്ല, നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ ആയിഷ ബീവിക്ക് തോന്നി, അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഈ നേരത്ത് ധൈര്യമായി ഒന്ന് പ്രതികരിച്ചാലോ എന്ന്. എന്നോട് നബിക്ക് ഇഷ്ടക്കൂടുതലുള്ളതിന് നിനക്കെന്ത് നഷ്ടമുണ്ട് എന്ന് ചോദിക്കാൻ പോവാണ് ആയിഷ ബീവി. ബീവി പറഞ്ഞു, ഞാൻ അങ്ങനെ സ്വയം പ്രതിരോധിക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ സൈനബ് ബീവിയോട് സംസാരിക്കാൻ തുടങ്ങി. സൈനബ് എന്നോടും ഞങ്ങളുടെ വർത്തമാനം ചൂടുകൂടി. സൈനബ് റളിയല്ലാഹു അൻഹയും ഞാനും തമ്മിൽ നല്ല വാഗ്വാദമായി, നല്ല തർക്കമായി. ഹബീബായ നബി തങ്ങൾ ഒന്നും പറയാതെ ഞങ്ങളുടെ വർത്തമാനം കേട്ട് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വല്ലാത്ത ഹബീബാണ്. മനുഷ്യരുടെ മനസ്സിന്, പ്രത്യേകിച്ച് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, സൗദ ബീവി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പ്രഗൽഭരായ മഹദിമാരാ ഉള്ളത്. അതിൽ ചെറിയവരുണ്ട്, പ്രായ കൂടുതലുള്ളവരുണ്ട്. എല്ലാവരും ഒരു കല്യാണം കഴിഞ്ഞവരാണ്, ആയിഷ ബീവി ഒഴികെ. മറ്റെല്ലാവരും മറ്റൊരു വിവാഹം കഴിഞ്ഞു വന്നവരാ, തലാഖ് ചൊല്ലപ്പെട്ടവരോ ഭർത്താവ് മരിച്ചവരോ ആണ്. 60 വയസ്സുള്ള ഭാര്യമാരുണ്ട് നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവരുടെ സംരക്ഷകനാണ് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മൾ അറിയണം, മുത്ത് നബി തങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചത് നബിയായതിന്റെ ശേഷമാണ്. നബിയാകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ ചെയ്ത കല്യാണം ഒന്നാണ്. ഒരു കല്യാണം തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ആ ഒരു ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നബിയായി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു പറയുന്നത് ചെയ്യേണ്ട ആളാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം നബി തങ്ങൾ കഴിഞ്ഞു എന്ന് ഓർക്കണം. 65 വയസ്സ് ഖദീജ ബീവിക്ക് 65 വയസ്സായി. ബീവി മരിച്ചതിന്റെ ശേഷമാണ് മറ്റൊരു കല്യാണം ഹബീബ് കഴിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയേ, ഇനി ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ 9 ഭാര്യമാരുള്ള സമയത്ത് അള്ളാഹു ആ നിയമം സ്റ്റോപ്പ് ചെയ്തു എന്നാണ്. അപ്പോഴും മുഅ്മിനീങ്ങൾക്ക് 4 ഭാര്യമാർ, അതിൽ ആരെങ്കിലും തലാഖ് ചൊല്ലിയാൽ 5ാമത് ഒരു കല്യാണം കഴിക്കാം, പക്ഷെ അത് 4 ഭാര്യമാരായിരിക്കണം ഒരു നേരത്ത്. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പറ്റും. ആ ഒരു പ്രിവിലേജ് പോലും നബി തങ്ങൾക്ക് അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ആ ഭാര്യമാർ കഴിഞ്ഞു, നബിയെ, ഇനി അങ്ങേക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല, അവരെ മാറ്റിയെടുക്കാനും പറ്റില്ല എന്ന് ഖുർആൻ നബി തങ്ങളോട് പറയാം. സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹി. ആ ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത്, കാനത് കൈത വകൈത്, എന്റെ ഖദീജ എന്തൊരു നല്ല ഖദീജയായിരുന്നു. ആയിഷ ബീവി കണ്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, വയസ്സായി മരിച്ചുപോയൊരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്തായി പറയണത്? ഏതൊരു മാംസം നബി തങ്ങൾക്ക് ആടുമാംസമോ എന്തെങ്കിലും വിശേഷ ഭക്ഷണമോ വന്നാൽ ഉടനെ പറയും, ആയിഷ, എന്റെ ഖദീജയുടെ ചങ്ങാതി, എന്റെ ഖദീജയുടെ കൂട്ടുകാരികളില്ലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരു പൊതി. പിന്നെ ഖദീജയുടെ ഒരു ഫ്രണ്ടില്ലേ, അവിടെ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ആയിഷ ബീവിയുടെ ദേഷ്യം വന്നിട്ട്, പൊന്നാര നബിയെ, ആ വയസ്സായ പെണ്ണിനേക്കാൾ എത്രയോ 1-ാം നമ്പർ ചെറുപ്പക്കാരിയെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഇനിയും ആ പെണ്ണിന്റെ കഥ പറയാണോ? തങ്ങൾ പറഞ്ഞു, ആയിഷ, നിങ്ങൾ ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? എന്റെ ഖദീജയെ കുറിച്ചോ? റളിയല്ലാഹു അൻഹ. നബിയേക്കാൾ 15 വയസ്സ് മുതിർന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആണും പെണ്ണും ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതാണ്. കോളേജ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭാര്യയാക്കിയിട്ടാ വരിക. എന്നിട്ട് വീട്ടുകാരോട് പറയാം, പിന്നെ കോഴ്സ് കഴിഞ്ഞു, കൂട്ടത്തിലൊരു പുതിയണ്ണിനും കിട്ടിയിട്ടുണ്ട്, കല്യാണം നടത്തി തരണം, അങ്ങനെ പറയാം. ഒരേ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പുരുഷന്റെയും പെണ്ണിന്റെയും ശരീരം ഒരുപോലെയല്ല. ഒരു കുഞ്ഞായി കഴിഞ്ഞ് 2 കുട്ടിയായി കഴിഞ്ഞ് പോകുമ്പോ നാട്ടുകാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി, ഇതാരോ ഉമ്മയാണോ അല്ല ജ്യേഷ്ഠത്തെയാണോ ആരാ? ശരീരപ്രകൃതം അല്ലാഹു അങ്ങനെ പടച്ചു. അതിനൊന്നും സമരം ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തം കുടുംബത്തിലും നമ്മുടെ നാടിന്റെ നന്മയിലും നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസ്യതയിലും നല്ലൊരു വിവാഹബന്ധം തരപ്പെടുത്തിയെടുക്കുന്നതിന് പകരം നമ്മൾ ക്യാമ്പസിൽ നിന്ന് തന്നെ പുതിയാപ്പിളയും പുതിയനും തിരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവനവന്റെ സ്വാതന്ത്ര്യം എന്നാണ് ഇതിനെപ്പറ്റി പറയണത്. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. കുറച്ചങ്ങ് ലോങ് റണ്ണിങ് നടക്കൂല.
കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോ പുതിയാപ്പിളക്ക് തന്നെ അവളെ വേണ്ടാത്ത അവസ്ഥ വരും. എന്തേ? മനുഷ്യരുടെ ഏജിങ് ഒരു വിഷയമാണ്. നമ്മൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ്സിന്. ശരീരം പെട്ടെന്ന് ശുഷ്കിക്കും, പെട്ടെന്ന് പെണ്ണുങ്ങളുടേത്. ഖദീജ ബീവിയെ കുറിച്ച് ആലോചിക്കണം. നബിയേക്കാൾ 15 വയസ്സ് ഏറെയാണ് ഖദീജ ബീവിക്ക്. ആ ബീവിയെ 25 കൊല്ലം സ്നേഹത്തോടെ കൊണ്ടു നടന്ന പുതിയാപ്പിളയ നിബിതങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചു എന്ന വിഷയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ ഈ ബീവിയെ 25 കൊല്ലം മറ്റൊരു ഭാര്യ കൂടെ ഇല്ലാതെ തന്നെക്കാളും 15 വയസ്സ് മുതിർന്ന ഖദീജ ബീവിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബിനെ നിങ്ങൾ മറന്നുപോകരുത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആയിഷ, ഖദീജ ബീവിയെക്കാളും നിനക്ക് പ്രായം കുറവാ, എന്റെ ബീവിയെക്കാളും നിനക്ക് സൗന്ദര്യമുണ്ട്. പക്ഷേ എന്റെ ഖദീജയുടെ സ്വഭാവം ആയിഷ നിങ്ങളെ പോലെയല്ല. ആയിഷ, എന്റെ ഖദീജയുടെ നന്മ ഒരു ഭാര്യയിലും എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഖദീജയെ പോലെ ആകാൻ നിങ്ങൾ ആർക്കും കഴിയില്ല. എപ്പോഴായി പറയുന്നത്? 65 വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു ഭാര്യയെ കുറിച്ച് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം ശാരീരികമായ ഒരു ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനപ്പുറം സ്നേഹം ആത്മീയവും മാനസികവുമായ ഒരു വല്ലാത്ത ഒരു ബന്ധമാണെന്ന് ലോക മനുഷ്യരെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആയിഷ ബീവിയുടെ സംഭവത്തിലേക്ക് വരാം. ഖദീജ ബീവി വഫാത്തായി കിടക്കുന്നത് എവിടെയാണ്? മക്കയിലാണ്, ജന്നത്തുൽ മുഅല്ലയിൽ. നബി തങ്ങളുടെ മറ്റു ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്കുള്ള വഴിയിലുണ്ട്. ബാക്കി ഭാര്യമാർ മുഴുവനും മദീനയിലാണ്. റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൈനബ ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയും തമ്മിൽ വാഗ്വാദം നടക്കുമ്പോ ആ പുതപ്പ് പോലും നീക്കാതെ ചിരിച്ച് ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ തർക്കം ആസ്വദിക്കുകയായിരുന്നു. രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയെ അവരെ റെപ്രസെന്റേറ്റീവായി പറഞ്ഞയച്ചതാണ് ഹബീബിനോട് സംസാരിക്കാൻ. സൈനബ് ബീവിക്കും പിന്നിലുള്ള മുഴുവൻ ഭാര്യമാർക്കും മറുപടി കൊടുത്തുകൊണ്ട് നബി തങ്ങൾ ഒരു മറുപടി പറഞ്ഞു. സൈനബേ, ആയിഷ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ, ഞാൻ മറുപടി തരാം. സൈനബേ, ആയിഷ ബീവിയോട് എന്താണ് ഇത്ര അടുപ്പമെന്നല്ലേ നിങ്ങൾക്ക്? ഞാനൊന്ന് പറയട്ടെ. ഇന്നഹാ ഇബ്നതു സിദ്ദീഖ്, എന്റെ സിദ്ദീഖിന്റെ മോളാണവള്, എന്റെ സിദ്ദീഖിന്റെ മകളാണവള്. എന്റെ 62 കൊല്ലത്തെ, എന്റെ 60 വർഷത്തെ എന്റെ കൂടെയുള്ള ജീവിതത്തിൽ 61 വർഷത്തെ എന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷ. ആ സ്നേഹിതന്റെ മോളോടുള്ള ബന്ധമാണിത്. അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല സൈനബേ. അത് എന്റെ സിദ്ദീഖിന്റെ മോളാണ്. എന്റെ സിദ്ദീഖ് നിങ്ങളെ പോലെയാണോ? ജനങ്ങളെല്ലാം ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജനങ്ങളെല്ലാം എന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി കാശിന് കാശും സംരക്ഷണവും എല്ലാവിധ ഒത്താശയും ചെയ്തു തന്നത് ഒരാളല്ലേ ഉണ്ടായുള്ളൂ നിങ്ങളിൽ, അതെന്റെ സിദ്ദീഖല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കൂടെ സൗർ ഗുഹയിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചു താമസിക്കുമ്പോ എന്ന് എന്റെ കൂടെ ആശ്വാസത്തിന് എന്റെ കൂടെ മദീനയിലേക്കുള്ള യാത്രയിൽ ജീവൻ പണയപ്പെടുത്തി വന്നത് എന്റെ സിദ്ദീഖല്ലയോ? ആ സിദ്ദീഖിന്റെ മോളോട്, അവരുടെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ആ മോളോട് സ്നേഹം കൂടുതലുണ്ട്. ഇന്നഹാ ഇബ്നതു സിദ്ദീഖ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ പ്രശ്നങ്ങളോട് അവസാനിക്കുകയാണ്. ഹബീബിനാ നബി തങ്ങളുടെ മുമ്പിൽ ഏത് കത്തിയാളുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഭാര്യയുടെ ദിവസത്തിലാണെങ്കിൽ ആ ഭാര്യയുടെ വീട്ടിൽ അസ്ർ മഗ്രിബിന്റെ ഇടയിൽ എല്ലാ ഭാര്യമാരും ഒത്തുകൂടും. അതൊരു വല്ലാത്ത ശീലമായിരുന്നു. സൈനബ് ബീവിയുടെ ദിവസമാണെങ്കിൽ എല്ലാ ഭാര്യമാരും ആയിഷ ബീവി അടക്കം സൈനബ് ബീവിയുടെ വീട്ടിൽ വരും. അസ്ർ മുതൽ മഗ്രിബ് വരെ ഹബീബിന്റെ ചുറ്റുമിരുന്ന് അവർ വർത്തമാനം പറയും.
ഇന്ന് കച്ചവടക്കാർക്ക് കുടുംബജീവിതം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കച്ചവടം ചെയ്യുന്നവര് പൈസക്ക് വേണ്ടി മരിക്കുക, ആ വലിപ്പ് വിട്ടു വന്നാൽ ആരെങ്കിലും പൈസ മോഷ്ടിക്കുകയോ ജോലിക്കാര് എന്ന് വിചാരിച്ച് കുടുംബമില്ല, സ്വലാത്തുമില്ല, ജമാഅത്തുമില്ല, ദീനുമില്ല, ഒന്നും വെറും പൈസ. അതുണ്ടാക്കിയിട്ട് മക്കള് അവരുടെ കാമുകിമാർ കൊണ്ടുപോയി കൊടുത്ത് വാപ്പാന്റെ മരണശേഷം അടിച്ചു പൊളിച്ച് ജീവിക്കും. ഇവർക്ക് ദുന്യാവുമില്ല, ആഖിറ ഖസിറ ദുന്യാവൽ ആഖിറ. മുത്തനബി തങ്ങൾ എത്ര ബിസിയുള്ള ആളാണ്, എന്നാൽ കുടുംബത്തിന്റെ കൂടെ സമയമുണ്ട്. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അവിടുത്തെ ഭാര്യമാരെല്ലാം ഹബീബിന്റെ വീട്ടിൽ ഹബീബിന്റെ ആയിഷ ബീവിയുടെ ഒരു ദിവസം എല്ലാ ഭാര്യമാരും വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ അവിടെ കൂടെ ഇരിക്കുകയാണ്. തങ്ങൾ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന നബിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണം. അത് ആരുടെ ദിവസമാണോ, ആരുടെ വീടാണോ, അത് ആ വീട്ടിലെ ഭാര്യയാണ് അത് ചെയ്യേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു സംഭവം പറയുന്നുണ്ട്. അങ്ങനെ ആയിഷ ബീവിയുടെ ദിവസം നബിതങ്ങൾ ഭാര്യമാരുമായി അസ്ർ മഗ്രിബിന്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന് നബിതങ്ങൾ എഴുന്നേൽക്കുക. തങ്ങൾ കൈനീട്ടിയത് സൈനബ് ബീവിയിലേക്കാണ്. അപ്പൊ സൈനബ് ബീവി കൈ കൊടുത്തു ഹബീബിനെ കൈപിടിച്ചുയർത്താൻ. ആയിഷ ബീവി ഓടി വന്നു, നബിയെ ഇന്നഹാ സൈനബ്, അത് സൈനബ് അല്ലേ നബിയെ, ഇത് എന്റെ ദിവസമല്ലേ. സുബ്ഹാനല്ലാഹ്, ഹബീബിനോടുള്ള സ്നേഹമാണത്. എന്താ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയല്, ആയിഷ ബീവി ചെറിയ പ്രായമുള്ളപ്പോൾ നബി തങ്ങൾ കല്യാണം കഴിച്ചു, വലിയ തെറ്റാണ്, അത് വല്ല അക്രമാണ്. ആയിഷ ബീവിക്ക് അത് തോന്നിയിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോന്നേണ്ട കാര്യം? ആയിഷ ബീവിക്ക് തോന്നിയിട്ടില്ലല്ലോ. എന്റെ പുതിയാപ്പിള റസൂലുള്ളാഹി തങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളാണ്. ആയിഷ ബീവി വല്ലപ്പോഴും വാപ്പയോട് പറഞ്ഞോ ഈ കല്യാണം വേണ്ടില്ലായിരുന്നു? ആയിഷ ബീവി പറഞ്ഞത് എന്റെ റസൂലിനെ മുഴുവൻ നേരം എനിക്ക് വേണം. അങ്ങനെ സ്നേഹിച്ച ഒരു ഭാര്യയെ കുറിച്ച്, അങ്ങനത്തെ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് എന്തിനാ കൂട്ടരെ നിങ്ങൾ പരാതി പറയുന്നത്? ആയിഷ ബീവി she didn't feel never offended. ആയിഷ ബീവിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കഷ്ടപ്പെടേണ്ട കാര്യം? ബീവി പറഞ്ഞു, നബിയെ ഞാനല്ലേ കൈപിടിക്കേണ്ടത്, എന്റെ വീടല്ലേ, എന്റെ ദിവസമല്ലേ, ഇന്നഹാ സൈനബു, അത് സൈനബല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൈവലിച്ചു. അപ്പൊ സൈനബ് ബീവിക്ക് ചൂടായി, സൈനബ് ബീവി ദേഷ്യപ്പെട്ടു. ആയിഷ ബീവി ഇങ്ങോട്ടും പറഞ്ഞു. രണ്ടുപേരും വർത്തമാനായി നബി തങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഗ്രിബിന്റെ വാങ്ക് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിക്ക് ഇങ്ങനെ കടന്നു വന്നു. ആയിഷ ബീവിയും സൈനബ് എന്നവരും വല്ലാത്ത തർക്കം. എന്താ തർക്കം എന്നറിയോ? എന്റെ ഹബീബി എന്റെ വീട്ടിൽ എന്റെ ദിവസം വരുമ്പോ സൈനബെ നീ ആരാ കൈ കൊടുക്കാൻ? ഇത് ആയിഷ ബീവി ചോദിക്കണത്. സൈനബ് ബീവി തിരിച്ചിങ്ങോട്ടും, ആയിഷ ബീവി അങ്ങോട്ടും. ചെറുപ്പക്കാരികളാണ്. ആ ഒരു വർത്തമാനം കേട്ട് ചിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ ഇൻഹബ് യാ റസൂലല്ലാഹ്. സിദ്ദീഖ് എന്നവരെ വന്ന് കൈപിടിച്ച് നബി തങ്ങൾ ഉയർത്തി, റസൂലേ നമുക്ക് നിസ്കരിക്കാൻ പോകാം, നിസ്കരിച്ചിട്ട് വരാം. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, റബ്ബേ ഇനി എന്റെ വാപ്പ കണ്ടല്ലോ, എന്റെ കാര്യം പോക്കാം. ഈ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഒന്നുകിൽ നല്ല ചീത്ത കിട്ടും, അല്ലെങ്കിൽ അടി കിട്ടും, ഉറപ്പാണ്. അപ്പോഴേക്കും രണ്ടുപേരും മിണ്ടാതിരുന്ന് നിസ്കാരം കഴിയുന്നവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു, ആയിഷ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നീയും സൈനബും ഒച്ച വെച്ച് സംസാരിക്കേ, നീ എന്താ മനസ്സിലാക്കിയത്? ആയിഷ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കരുത് കേട്ടോ. മാപ്പ് വന്ന് ഇടപെടുകയാണ്. നമ്മളെന്താ പറയാ, കല്യാണം കഴിച്ചു കൊടുത്താൽ ഇനി പുതിയാപ്പിളി നാട്ടുകാരൊക്കെ നോക്കട്ടെ അല്ലെ, ഒരു വിഷയത്തിലും ഇനി മോശം പോകില്ല. അതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള കന്ന് കൊടുത്തു കഴിഞ്ഞല്ലോ, കാറും വണ്ടിയും പൈസയും പണം കൊടുത്തില്ലേ, ഇനി അവരായിട്ട് നടക്കട്ടെ, ഇനി പ്രശ്നങ്ങൾ അവരായിട്ട് തീർക്കട്ടെ, എനിക്ക് അതിനൊന്നും തലവേദനക്ക് നിൽക്കാനാവില്ല. അങ്ങനെയല്ല, അമോഷനായി സിദ്ദീഖ് എന്നവർ ഇടപെടുകയാണ്. ഹബീബിന്റെ ഫാത്തിമ ബീവിയുടെ കല്യാണ വിഷയത്തിൽ ആരിടപെടും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നമ്മുടെ പെണ്ണുങ്ങളെക്കാൾ ഏറെ ഒരുപക്ഷെ വല്ലാത്ത വാശിയും വീറുമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലാ, ഒരു കുടുംബ ജീവിതത്തിലൂടെയാ റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോകുന്നത്. അവിടെയാണ് നബി തങ്ങൾ പറയുന്നത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ്. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായാണ് പെരുമാറുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം